അസ്സലാമലൈക്കും. മാബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എന്താ വെച്ചാൽ ചക്കക്കുരും പടവലയും കേട്ടോ. ഒരു കറിയാണ്, ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് ഇതാ ഒരു കഷ്ണം പടവലം കഴുകി നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ചക്കക്കുരു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു കുഞ്ഞി തക്കാളി, ഒരു 3 പച്ചമുളക്, പിന്നെ ഇതിക്ക് വേണ്ടിയ തേങ്ങയാണ് കേട്ടോ. ഞാനിപ്പോൾ അതങ്ങനെ 2 പിടി തേങ്ങ. അപ്പം നമുക്ക് തോന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഇട്ടോണ്ടി. അപ്പോൾ അളവൊക്കെ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു 2 ചെറിയുള്ളി ഇട്ടാണ്, ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി ഇട്ടാണ്, പിന്നെ കുറച്ച് ജീരകം. ഇത് വലിയ ജീരകം, നിങ്ങൾക്ക് ചെറിയ ജീരകം ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ അരപ്പൊക്കെ കുറച്ച് മുളക് പൊടി ഇടാം. നമ്മളിപ്പോൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ കറിക്കൊക്കെ കുറച്ച് മുളകാണ് നല്ലത്. അപ്പോൾ അതാ ഈ അളവിൽ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. മഞ്ഞൾ കുപ്പി തിരഞ്ഞിട്ട് കാണുന്നില്ല, അതാ കുറച്ചും കൂടി കൂട്ടിയിടാം. ഈ അളവിൽ ഇതൊന്നും അരച്ചെടുക്കുക. അപ്പോൾ പിന്നെ ഇത് നമുക്ക് കുക്കറിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. അപ്പം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇടുക കേട്ടോ. കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ്. ഇതൊക്കെ ആദ്യമേ അമ്മമാരൊക്കെ ഉണ്ടാക്കിയ ഒരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് രണ്ടും ഒരു വിസിൽ വന്നിട്ട് നമുക്കത് ഓഫാക്കി അടട്ടാൽ മതി. അപ്പം പാകത്തിനുള്ള വേവാവും. അപ്പോൾ അതാ പച്ചമുളക്, ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 2-3 എണ്ണമൊക്കെ ഇടണത്. അല്ലെങ്കിൽ നല്ല എരിവുള്ളാണെങ്കിൽ ഒരെണ്ണ ഇട്ടാൽ മതി കേട്ടോ. ഒരു തക്കാളി, രണ്ട് കറിവേപ്പിൻ്റെ ഇലയിട്ട് കുറച്ച് ഉപ്പിട്ട്, ഉപ്പൊക്കെ പിന്നെ നമുക്ക് പിന്നെ തേങ്ങയൊക്കെ ഒഴിക്കുമ്പോൾ പാകത്തിനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് അത്ര വെള്ളം വെച്ച് ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കി അവിടെ ഇടുക. എന്നിട്ട് തുറക്കുമ്പോൾ അത് പാകത്തിന് വന്നിട്ടുണ്ടാവും. നല്ല ഒരു കറിയാണിത്. ആദ്യമേ ആൾക്കാർ വെക്കണ ഒരു കറിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. ചക്കക്കുരുവൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. ഇപ്പോൾ ചക്കയൊക്കെ അല്ലേ എല്ലാവർക്കും. അപ്പം അങ്ങനെയൊക്കെ വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചക്കക്കുരു ഒന്ന് ചിരകി എടുക്കണ ഒരു താമസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതുണ്ട്, നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിട്ട് അരപ്പണ്ട് ഒഴിക്കുക. ഇച്ചിരി വെള്ളം കൂടി ജാറൊന്ന് കഴുകി വയ്ക്കാൻ. ഇപ്പോൾ അതാണ്. ഇപ്പോൾ ഓരോ കുക്കറിനും ഓരോരോ ഇതാട്ടോ വേവൊക്കെ. എല്ലാം ഒരേ മാതിരിയല്ല. പിന്നെ ചക്കക്കുരുവിന് ചിലത് വേഗം വേവും, ചിലത് വേവ് കുറവേക്കും. ഇതിപ്പോൾ പെട്ടെന്ന് വെന്താണ് കേട്ടോ. നല്ലൊരു ചക്കക്കുരു. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നമുക്കൊന്ന് വറവിട്ടെടുത്ത് വെച്ചാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു കറിയാണ്.
നല്ല ടേസ്റ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക. നമ്മൾ കുറേ മീനും ഇറച്ചി തിന്നിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് പച്ചക്കറികളൊക്കെ കഴിക്കുക. ഒന്ന് വറവിട്ടെടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് കുറേ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാകട്ടെ. കടുകൊക്കെ ഒരു ഇതാണ്ട് കുറച്ചാണ്ട് ഇട്ടാൽ മതി. പിന്നെ ഇപ്പോൾ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വറ്റൽമുളക് 2 ഇട്ടു. ഒരു കുഞ്ഞി കൊച്ചുള്ളി ഇട്ട് കൊടുത്തേ. അത് ഞാൻ കുത്തിയിട്ടത്, അരിഞ്ഞിട്ടതല്ല. കണ്ടപ്പണ്ട് ഇട്ടേ ഉള്ളൂ, ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ കറി റെഡിയായി. ഇപ്പം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മടിച്ച് നിൽക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്, വലിയ കുക്കറായതുകൊണ്ട്. അതാണ് നമ്മളെ കറി. നല്ല അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉപ്പുണ്ടാകും നോക്കട്ടെ. ഉപ്പുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇത് മതി ഒരു കലം ചോറുണ്ണാൻ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. സബ്സ്ക്രൈബ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.